നാളെയാണല്ലോ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ കാണാൻ പോകുന്നത്. ഗദൻ നൽഖൽ അഹിബ്ബ, ഇഷ്ടപ്പെട്ടവരെ കൂട്ടുകാരെ കാണാൻ പോകുന്ന ദിവസമാണ്. എന്റെ മരണം കഴിഞ്ഞാൽ എന്റെ മരണത്തോടുകൂടെ ഞാൻ കാണുന്നത് എന്റെ സതീർത്ഥരായ കൂട്ടുകാരെയാണ്. ആരാണവരെന്നറിയുമോ? മുഹമ്മദൻ വഹിസ്ബ, അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ അനുയായികളുമല്ലേ. ഞാൻ എന്തിന് കരയണം? സങ്കടമേ എന്ന് ഭാര്യ വിളിച്ചു പറഞ്ഞപ്പോ ആനന്ദമേ എന്ന് പറഞ്ഞ് ലോകത്തോട് വിട പറഞ്ഞ നബിയുടെ മുഅദ്ദിനാണ് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ രക്ഷിതാവ് അല്ലാഹുവാണെന്ന് പറയുകയും, എങ്ങനെ പറഞ്ഞു? നാവ് കൊണ്ട് മാത്രമല്ല, കർമ്മങ്ങളെ കൊണ്ട്, പ്രവൃത്തി കൊണ്ട്, ചിന്തകൾ കൊണ്ട്, എഴുതിവിടുന്ന വാക്കുകളെ കൊണ്ട്, പോസ്റ്റ് ചെയ്യുന്ന പോസ്റ്റുകളെ കൊണ്ട്, നിങ്ങൾ കൊടുത്തയക്കുന്ന ക്ലിപ്പുകളെ കൊണ്ടൊക്കെ അല്ലാഹുവാണ് ഞങ്ങളുടെ രക്ഷിതാവെന്ന് പറയുകയും, എന്നിട്ട് ഇസ്ലാമിന്റെ നേർവഴിയിൽ ജീവിക്കുകയും ചെയ്ത ആളുകൾ, അവർക്ക് എന്ത് സംഭവിക്കും? ഈ ലോകത്തോട് യാത്ര പറഞ്ഞരങ്ങൊഴിയുമ്പോൾ തതനസ്സലു അലൈഹിമുൽ മലായിക, അല്ലാഹുവിന്റെ മാലാഖമാർ ഭൂമിയിലേക്ക് ഇറങ്ങി വരും. മലക്കുകൾ വരും. ആ മലക്കുകളെയാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു കണ്ടത്. ആരാണവർ? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കുട്ടി. ആ പേരക്കുട്ടിയോ മഹാനായ ഉമർ ഫാറൂഖ് തങ്ങൾ മദീന ചുറ്റുമ്പോഴാണ് ഒരു ഉമ്മ മോളോട് പാലിൽ വെള്ളം ചേർക്കണമെന്ന് പറഞ്ഞപ്പോ, ഉമ്മ അത് ഉമർ എന്നവർ പാടില്ലെന്ന് പറഞ്ഞിട്ടില്ലേ? മോളെ, ഉമർ എന്നവർ കാണില്ലല്ലോ. ഈ പാതിരാ നേരത്ത് ആര് കാണാൻ? ഉമർ എവിടെ? ഉമ്മ വഅൈന റബ്ബു ഉമർ, ഉമർ എന്നവരുടെ റബ്ബില്ലേ, അല്ലാഹു കാണുന്നില്ലേ എന്ന് പറഞ്ഞപ്പോ ആ പെൺകുട്ടിയെ എന്റെ മകന് ഭാര്യയായി വേണമെന്ന് നിശ്ചയിച്ച് സ്വന്തം മകന് കല്യാണം കഴിച്ചു കൊടുത്ത ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ പരമ്പരയിൽ ജനിച്ച പേരക്കുട്ടിയാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. പാലിൽ വെള്ളം ചേർക്കില്ല ഉമ്മ എന്ന് ഉമ്മയെ തിരുത്തി കൊടുത്ത കുട്ടിക്ക് ജനിച്ച കുട്ടിയാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു. ബഹുമാനപ്പെട്ടവർ, മരണമാസന്നമായി നിൽക്കുമ്പോ ഇന്നീല അറാഹദുറ, ഞാനിവിടെ ചില ആളുകളെ കാണുന്നുണ്ട്. മാഹും ബി ഇൻസിൻ വലാ ജിന്നിൻ, അവർ ജിന്നല്ല, അവർ മനുഷ്യരല്ല. അഹ്സിബുഹും മലായികത്തല്ലാഹ്, അവർ അല്ലാഹുവിന്റെ മലക്കുകളാണെന്നാണ് ഞാൻ വിചാരിക്കുന്നതെന്ന് പറഞ്ഞ് മാലാഖമാരെ കണ്ടു മരണപ്പെട്ട മഹാനാണ് മഹാനായ ഖലീഫ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. മാലാഖമാർ വരും. തതനസ്സലു അലൈഹിമുൽ മലായിക. സത്യവിശ്വാസിയുടെ ആഗ്രഹം ഇതാണ്. മരിക്കുന്ന നേരത്ത് ഇങ്ങനെയൊന്ന് യാത്ര പറഞ്ഞു പോകാൻ കഴിയുമോ? ഇങ്ങനെ യാത്ര പറയാൻ കഴിയുമോ? ഇങ്ങനെ ലോകത്തോട് യാത്ര പറയുമ്പോ മാലാഖമാർ വരികയും, അല്ലാ തഖാഫൂ, നിങ്ങൾ പേടിക്കേണ്ടതില്ല, വലാ തഹ്സനൂ, നിങ്ങൾ സങ്കടപ്പെടരുതേ, വഅബ്ശിറൂ ബിൽ ജന്ന, നിങ്ങൾ പോകുന്ന സ്വർഗമിതാ, സ്വർഗമിതാ എന്ന് പറഞ്ഞ് സ്വർഗത്തിന്റെ ഫോട്ടോ കാണിച്ചു കൊടുത്ത് ഈ ലോകത്ത് നിന്ന് യാത്ര പറഞ്ഞു പോരാൻ മാലാഖമാർ യാത്ര പറഞ്ഞു കൊണ്ടുപോകുന്ന സത്യവിശ്വാസികളെ വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത് ആരാണെന്നാണ്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, രക്ഷിതാവ് അല്ലാഹുവാണെന്ന് പറഞ്ഞവർ, എന്നെ പടച്ചത് അല്ലാഹുവാണെന്ന് പറഞ്ഞവർ, അതുമാത്രമല്ല സുമ്മസ്തഖാമു, എന്നിട്ട് നേർവഴിയിൽ ജീവിക്കുകയും ചെയ്തവർ, അവർക്ക് മാലാഖമാർ സന്തോഷവാർത്ത പറഞ്ഞുകൊണ്ടാണ് അവരെ കൊണ്ടുപോകുന്നത്. അങ്ങനെ ഒരു യാത്രാമൊഴിയാണ് സത്യവിശ്വാസി കൊതിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു നമുക്കങ്ങനെ മാലാഖമാരെ കണ്ട് സ്വർഗം കണ്ട് ഹബീബിന്റെ തിരുമുഖം കണ്ട് യാത്ര പോകാനുള്ള ഒരവസരം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതിനാണ് ഈ പരിശ്രമം. അങ്ങനെ ഒരു നേരത്തെ രക്ഷപ്പെടാനുള്ള ആഗ്രഹമാണ് ഈ സദസ്സിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിച്ചത്. അങ്ങനെ ഒരു നേരത്ത് മരിക്കുമ്പോൾ ആഖിബത്ത് നന്നാവണം, എന്റെ മരണം നന്നാവണം എന്ന ആഗ്രഹം കൊണ്ടാണ് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പണിയെടുക്കാൻ നിങ്ങൾ തയ്യാറായത്. അങ്ങനെ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോ
അള്ളാഹുവിനെ ചില ആളുകൾക്ക് ഇഷ്ടമാണ്, റബ്ബിനെ ചില ആളുകൾക്ക് ഇഷ്ടമാണ്, ചിലർക്ക് അള്ളാഹുവിനെയും ഇഷ്ടമാണ്. മൻ അഹബ്ബ ലിഖാ അല്ലാഹ് അഹബ്ബ അല്ലാഹു ലിഖാഅഹ്. ആർക്കെങ്കിലും അള്ളാഹുവിനെ കാണാൻ കൊതിയുണ്ടെങ്കിൽ അവരെ കാണാൻ അള്ളാഹുവിന് കൊതിയുണ്ട്. നമുക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അള്ളാഹുവിനെ സംബന്ധിച്ച് എന്റെ റബ്ബിനൊന്ന് കാണണം, മരിച്ച അള്ളാഹുവിനെ കാണാമല്ലോ, അങ്ങനെ മനസ്സിൽ തോന്നി തുടങ്ങിയിട്ടുണ്ടോ? എനിക്കെന്റെ റബ്ബിനെ കാണാൻ കൊതിയാവുന്നു എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? മരിക്കാൻ തോന്നുമ്പോ റബ്ബേ എന്റെ റബ്ബിനെ കാണാൻ പോവില്ലേ? മൻ അഹബ്ബ ലിഖാ അല്ലാഹ്, ആരാണോ അല്ലാഹുവിനെ കാണാൻ കൊതിക്കുന്നത്, അഹബ്ബല്ലാഹു ലിഖാഅഹ്, അവരെ കാണാൻ അല്ലാഹുവിനും ഇഷ്ടമാണെന്ന് തിരുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിനെ കാണാൻ കൊതിയുള്ളവരെ അല്ലാഹുവിനെ കാണാൻ കൊതിയാണത്രേ. നമുക്കങ്ങനെ കാണാൻ കൊതിയാവുന്നുണ്ടോ? അല്ലാഹുവിനെ കാണണമെന്ന്, അള്ളാഹുവിനെ കാണുമോ എന്ന് പേടിയുണ്ടോ? രണ്ടാലൊന്ന് വേണം, ഒന്നുകിൽ പേടി വേണം, അല്ലെങ്കിൽ കൊതി വേണം. ഇത് രണ്ടും സൂചിപ്പിച്ചുകൊണ്ടാണ് സൂറത്തുൽ കഹ്ഫ് അല്ലാഹു അവസാനിപ്പിക്കുന്നത്. സൂറത്തുൽ കഹ്ഫിന്റെ അവസാനത്തെ ആയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി فمن كان يرجو لقاء ربه فليعمل عملا صالحا ولا يشرك بعبادة ربه أحدا. فمن كان يرجو لقاء ربه, ആർക്കാണോ തന്റെ പരിശുദ്ധനായ രക്ഷിതാവായ അള്ളാഹുവിനെ കാണണമെന്ന് കൊതിയുള്ളത്. ഒരർത്ഥം അതാണ്, യർജു, ആഗ്രഹിക്കുന്നു അള്ളാഹുവിനെ കാണാൻ. മറ്റൊരർത്ഥം, ആരാണോ അള്ളാഹുവിനെ കാണുമോ, അള്ളാഹുവിനെ കാണണമല്ലോ എന്ന് പേടിക്കുന്നത്, യഖാഫു, ആരാണോ ഭയപ്പെടുന്നത്, അള്ളാഹുവിനെ കാണണമല്ലോ, എന്റെ റബ്ബിന്റെ മുമ്പിൽ ഞാൻ വിസ്തരിക്കപ്പെടുമല്ലോ, അള്ളാഹുവിന്റെ കോടതിയിൽ എന്നെ കൊണ്ടുവന്ന് നിർത്തുമല്ലോ എന്ന് പേടിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ, എന്റെ റബ്ബിനെ കാണണമെന്ന് കൊതിക്കുന്നവരുണ്ടെങ്കിൽ, എന്റെ റബ്ബിനെ ഞാൻ കാണേണ്ടി വരുമല്ലോ എന്ന് പേടിക്കുന്നവരുണ്ടെങ്കിൽ എന്തു ചെയ്യണം? ഫൽയഅമൽ അമലൻ സ്വാലിഹാ, സൽക്കർമ്മങ്ങളെ അവർ ചെയ്യാവൂ, സൽക്കർമ്മങ്ങളെ പറയാവൂ, സൽക്കർമ്മങ്ങളെ അവർ ചെയ്തു തീർക്കാവൂ, സൽക്കർമ്മങ്ങളെ അവർ ചിന്തിക്കാവൂ. ഫൽയഅമൽ അമലൻ സ്വാലിഹാ. എങ്ങനെയത് മനസ്സിലാവുക സൽക്കർമ്മമാണെന്ന്? ഞാൻ ചെയ്യുന്ന പണി അള്ളാഹുവിന് ഇഷ്ടമാകുമോ? ഞാൻ ചെയ്യുന്ന ജോലി എന്റെ റബ്ബ് പൊരുത്തപ്പെടുമോ? ഞാൻ പറയുന്നത്, ഞാൻ എഴുതുന്നത്, ഞാൻ ആളുകളോട് സംവദിക്കുന്നത്, ആളുകളുമായി പെരുമാറുന്നത് എന്റെ റബ്ബിന് ഇഷ്ടമാകുമോ? ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ചെയ്യുന്ന ഈ ജോലി എന്റെ റബ്ബിന് പൊരുത്തമാകുമോ? അള്ളാഹു അത് ഇഷ്ടപ്പെടുമോ? ഇങ്ങനെ എപ്പോഴും ചിന്തിക്കുന്ന ആൾ. അത് മനസ്സിലാക്കാൻ ഉലമാ പറയുന്നത്, ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കെ തൊട്ടരികെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുകയാണെന്ന് സങ്കല്പിക്കാൻ, നബി തങ്ങൾ തൊട്ടടുത്തുണ്ട് എന്ന് സങ്കല്പിക്കാൻ. ഞാനൊരു പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എന്റെ റസൂൽ എന്റെ അരികത്തിരിക്കുന്ന നബി ഇത് ചെയ്യാൻ എന്നെ അനുവദിക്കുമോ? എന്റെ നബി ഞാനിത് ചെയ്യുന്നത് കണ്ടാൽ നബി ചിരിക്കുമോ? അതല്ല നബി തങ്ങൾ ദേഷ്യപ്പെടുമോ? എന്റെ നബി എന്റെ കൂടെയുണ്ടെങ്കിൽ എന്റെ ഹബീബിന് ഇത് പൊരുത്തമാകുമോ ഇല്ലയോ? ഇത് ചിന്തിച്ചാൽ ഖൈറും ശർറും മനസ്സിലാവും, തെറ്റും ശരിയും മനസ്സിലാവുമെന്നാണ്. ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി, അല്ലാഹുവിനെ കാണണമെന്ന് പേടിക്കുന്നവർ, അല്ലാഹുവിനെ കാണേണ്ടി വരുമല്ലോ എന്ന് ഭയപ്പെടുന്നവർ, അല്ലാഹുവിനെ കാണാൻ കൊതിയൂറുന്നവർ, ഫൽയഅമൽ അമലൻ സ്വാലിഹാ, അവർ സൽക്കർമ്മം ചെയ്തുകൊള്ളട്ടെ. വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ, അല്ലാഹുവിനോട് ചെയ്യുന്ന ഈ ഇബാദത്തിൽ മറ്റൊന്നിനെയും പങ്കു ചേർക്കാതെ. ഇത് ശിർക്കുൽ ഖഫീനെ സംബന്ധിച്ചുള്ള ചർച്ചയാണ്. ബഹുദൈവാരാധന എന്ന ശിർക്കല്ല ഈ ആയത്തിൽ ചർച്ച ചെയ്യുന്നത്. തഫ്സീർ എടുത്തു നോക്കിയാൽ മനസ്സിലാവും, ഈ ആയത്തിൽ അല്ലാഹു ശിർക്ക് ചെയ്യല്ലേ എന്ന് പറഞ്ഞത് മറ്റാരും കാണാൻ വേണ്ടി ചെയ്യല്ലേ,
മറ്റാരെങ്കിലും കൈയടിക്കാൻ വേണ്ടി ചെയ്യല്ലേ, മറ്റാരെങ്കിലും പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ചെയ്യല്ലേ, മറ്റാരുടെയെങ്കിലും പ്രകീർത്തനങ്ങൾ കിട്ടാൻ, അവരുടെ പ്രശംസ കിട്ടാൻ ഇതിനൊന്നും ചെയ്യല്ലേ. നീ ചെയ്യുന്നത് അള്ളാഹുവിന് വേണ്ടി, നിന്റെ കർമ്മം അള്ളാഹുവിന് വേണ്ടി, നീ കല്യാണം കഴിച്ചത് അള്ളാഹുവിന്, നീ ജോലി ചെയ്യുന്നത് അള്ളാഹുവിന്, കോളേജിൽ പോകുന്നത് അള്ളാഹുവിന്, വീട്ടിലെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിന്, ഉമ്മയും വാപ്പയെ നോക്കുന്നത് അള്ളാഹുവിന്, വാഹനം ഓടിക്കുന്നത് അള്ളാഹുവിന്, എല്ലാം അള്ളാഹുവിന്. അങ്ങനെ നിങ്ങൾ ചെയ്തോ, എന്നാൽ ഈ റബ്ബിനെ കാണാനുള്ള കൊതി സാക്ഷാത്കരിക്കപ്പെടും. അള്ളാഹുവിനെ കാണണമല്ലോ എന്ന പേടി, ആ പേടി നിനക്കുണ്ടാവില്ല. പിന്നെ റബ്ബിനെ സ്വസ്ഥമായിട്ട് കാണാൻ പറ്റും. ചെയ്യേണ്ടത് ഇത്രയാണ്, ഞാൻ ചെയ്യുന്ന ജോലി ഞാൻ അള്ളാഹുവിന് വേണ്ടി ചെയ്യാണ്. നമുക്കൊക്കെ ചെയ്യാവുന്ന സംഗതിയാണ്. മനസ്സിന്റെ ഉള്ളിൽ ഒരു നിയ്യത്തെ പ്രശ്നമുള്ളൂ. അള്ളാഹു നമുക്കൊക്കെ നന്നാക്കി തരട്ടെ. എത്രയോ കാര്യങ്ങൾ നമ്മൾ ചെയ്തു തീർക്കുന്നുണ്ടാവും, പക്ഷേ അള്ളാഹു ഇത് സ്വീകരിക്കുന്നുണ്ടോ നമുക്കറിയില്ല. നമ്മൾ നിസ്കരിച്ചു, ഈ നിസ്കാരം അള്ളാഹു കബൂലാക്കിയിട്ടുണ്ടോ? മഗ്രിബ് നിസ്കരിച്ചു, അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടോ? നമ്മൾ ചെയ്തു എന്ന് പറഞ്ഞ് സമാധാനിക്കുക. എൻ്റെ റബ്ബിനത് പൊരുത്തമായിട്ടുണ്ടോ? എൻ്റെ റബ്ബ് അത് കബൂലാക്കിയിട്ടുണ്ടോ? അറിയില്ല. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ രക്ഷിതാവ് അല്ലാഹുവാണെന്ന് പറയുകയും ജീവിതത്തിലൂടെ കാണിക്കുകയും ചെയ്തവർ, റബ്ബാണ് എന്നെ പരിപാലിക്കുന്നത്, അല്ലാഹുവാണ്, സുമ്മസ്തഖാമൂ, എന്നിട്ട് നേർവഴിയിൽ ജീവിക്കുകയും ചെയ്യുന്നവർ. നേർവഴിയിൽ ജീവിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തലയിലേക്കും താടി രോമത്തിലേക്കും നോക്കിക്കൊണ്ട് അവിടുത്തെ ഇഷ്ടപ്പെട്ട കൂട്ടുകാരൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയേ, അജ്ജല ഇലൈക ശൈബു യാ റസൂലല്ലാഹ്, നബിയേ, അങ്ങേക്ക് നരബാധിച്ചുവല്ലോ, അത് പെട്ടെന്ന് വന്നുവല്ലോ നബിയേ. അജ്ജല ഇലൈക ശൈബു യാ റസൂലല്ലാഹ്, വളരെ പെട്ടെന്ന് നരബാധിച്ചുവല്ലോ നബിയേ, നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് മുടിയെല്ലാം നരച്ചുപോയല്ലോ. എത്രയാണ്? 17ഓളം മുടികൾ നബി തങ്ങളുടെ തലയിലും താടിയിലുമായി 17ഓളം രോമങ്ങൾ വെളുത്തിരുന്നു എന്ന ഹദീസുകൾ ശമായിൽ കാണാൻ കഴിയും, ഹബീബിന്റെ ശരീരത്തിന്റെ വിവരണം വായിച്ചാൽ. പക്ഷേ അറബികൾക്കെന്ന് നരബാധിക്കുന്നത് 70 വയസ്സാകുമ്പോഴാണ്, 75 ആകുമ്പോഴാണ്. നിബിതങ്ങൾക്ക് വളരെ പെട്ടെന്ന് നരബാധിച്ചപ്പോ നിബിതങ്ങളോട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അവിടുത്തെ ഇഷ്ടപ്പെട്ട കൂട്ടുകാരൻ, നിബിതങ്ങളുടെ മുഖത്ത് നോക്കി ഇങ്ങനെ ചോദിക്കുകയാണ്, അജ്ജല ഇലൈക ശൈബു യാ റസൂലല്ലാഹ്, നബിയേ, വല്ലാതെ നരബാധിച്ചുവല്ലോ, വളരെ പെട്ടെന്ന് നരവന്നുവല്ലോ. ശയ്യബതിനി ഹൂദുൻ വഅഖവാതുഹാ, അബൂബക്കറെ, വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഹൂദും സൂറത്ത് ഫുസ്സിലത്തും, ആ സൂറത്ത് ഹൂദും അതിന്റെ സഹോദരിമാരായ ഖുർആനിന്റെ സൂറകളുമാണ് എനിക്ക് നിരകൊണ്ടുവന്നത് അബൂബക്കറെ റളിയല്ലാഹു തആല അൻഹുവിനോട് നബി തങ്ങളുടെ മറുപടി, നരബാധിക്കാൻ കാരണം വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഹൂദും അതിന്റെ സഹോദരിമാരായ സൂറത്തുകളുമാണ്. അപ്പോഴാണ് ഓടി വരുന്നത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, നബിയേ, ഈ സൂറകളിൽ ഏത് വചനമാണ് അല്ലാഹുവിന്റെ വാക്കാണ് നബിയേ അങ്ങയെ വല്ലാതെ പേടിപ്പിച്ചത്, അങ്ങ് വല്ലാതെ വിഷമിച്ചു പോയത്? ഖൗലുഹു തആല ഫസ്തഖിം കമാ ഉമിർത്, ഫസ്തഖിം കമാ ഉമിർത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യം, നബിയെ, സൂറത്ത് ഹൂദിൽ നിന്നും അതിന്റെ സഹോദരിമാരായ സൂറകളിൽ നിന്നും അല്ലാഹുവിന്റെ ഏത് വചനം കേട്ടപ്പോഴാണ് അങ്ങേക്ക് നരബാധിച്ചത്, അങ്ങയെ വിഷമിപ്പിച്ചത്, അങ്ങ് സങ്കടപ്പെട്ടത്, അങ്ങ് ഇത്രക്ക് ക്ഷീണിക്കാൻ കാരണം? ഖൗലുഹു തആല, അല്ലാഹുവിന്റെ വാക്കാണ്, അല്ലാഹുവിന്റെ വചനമാണ്. ഫസ്തഖിം കമാ ഉമിർത, എങ്ങനെയാണോ നബിയെ നിങ്ങളോട് നേർവഴിയിൽ ജീവിക്കണമെന്ന് പറഞ്ഞത്, അങ്ങനെ നേർവഴിയിൽ കൃത്യമായും ജീവിക്കണം കേട്ടോ. ഫസ്തഖിം കമാ ഉമിർത, പറഞ്ഞ പോലെ നേർക്ക് പോകണം, പറഞ്ഞ പോലെ നേർക്ക് നേരെ ജീവിക്കണം എന്ന അല്ലാഹുവിന്റെ വചനം അത് താങ്ങാൻ കഴിഞ്ഞില്ല അബൂബക്കറെ. അത് ഓർത്തുകൊണ്ട് ഞാൻ വിഷമത്തിലാണ്. അല്ലാഹു ആ പറഞ്ഞ പോലെ എന്നെ കൊണ്ട് സാധ്യമായിട്ടുണ്ടോ? ആരായി പറയുന്നത്? അഫ്ദലു റസൂലായ മുഹമ്മദ് മുസ്തഫ, സയ്യിദുൽ കൗനൈനിയായ മുഹമ്മദ് മുസ്തഫ,
വഫാത്താകുന്ന നേരത്ത് ഓരോരുത്തരും പറയേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണെങ്കിൽ ഫിർറഫീഖിൽ അഅലാ അല്ലാഹുമ്മ റഫീഖൽ അഅലാ അല്ലാഹുമ്മ റഫീഖൽ അഅലാ. അല്ലാഹുവേ, നിന്റെ ഉന്നതമായ സ്ഥാനത്തേക്ക്, നിന്റെ ഉന്നതമായ ചാരത്തേക്ക്, നിന്റെ ആ ഒരു കമ്പാനിയൻഷിപ്പ് എനിക്ക് തരേണമേ എന്ന് പറഞ്ഞ ലോകത്തോട് വിട പറഞ്ഞ ലോകത്തിന്റെ ഗുരു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിഷമിച്ചു പോയിട്ടുണ്ട്. അല്ലാഹ് പറഞ്ഞ പോലെ തന്നെയാണോ ഞാൻ ജീവിക്കുന്നത്? ഫസ്തഖിം കമാ ഉമിർത്, പറഞ്ഞ പോലെ നേർക്കുനേരെ ജീവിക്കണം. ഇസ്തഖിം സുമ്മ ഇസ്തഖാമു, അല്ലാഹുവാണ് രക്ഷിതാവെന്ന് പറയുകയും നേർവഴിയിൽ ജീവിക്കുകയും ചെയ്തവർ നേർവഴിയിൽ ജീവിക്കണേ എന്ന അല്ലാഹുവിന്റെ വാക്കുകൊണ്ടാണ് നബി തങ്ങൾക്ക് താടിരോമങ്ങളിൽ തലയിൽ നരബാധിച്ചതെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് തന്നെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളൊക്കെ എന്തൊരു റാഹത്തിലാ, നമ്മളിപ്പോ നേർവഴിയിൽ ഇങ്ങനെ പോയാൽ സ്വർഗത്തിലെന്നൊക്കെ വിചാരം. അള്ളാഹു നമ്മൾ അങ്ങോട്ട് എത്തിച്ചു തരട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യണം. അള്ളാഹു നമ്മെ വിജയിപ്പിച്ചു തരട്ടെ, അള്ളാഹു നമ്മെ സഹായിച്ചു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ നിസ്കാരം കഴിഞ്ഞാൽ സമാധാനിച്ചിരിക്കുകയാണ്. അത് അള്ളാഹു സ്വീകരിച്ചോ എന്നത് വിഷയമല്ല. റമളാൻ മുഴുവനും നോമ്പ് നോറ്റ് കഴിഞ്ഞ് പെരുന്നാൾ ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ്. അത് അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് ചിന്ത വരുന്നില്ല. ഭയങ്കര ഡേഞ്ചറാണ്. അള്ളാഹു രക്ഷിതാവാണെന്ന് പറയുകയും നേർവഴിയിൽ ജീവിക്കുകയും ചെയ്തവർ അവർക്ക് മാലാഖമാർ ഇറങ്ങി വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും പേടിച്ചു പോയ ഒരു രംഗമുണ്ട്. വഫാത്ത്, മരണം ആസന്നമാകുന്ന നേരത്തെ എങ്ങനെയാണാവോ ലോകത്തോട് യാത്ര പറയുക? അമ്പിയാക്കന്മാർ അവരുടെ മക്കളോട് യാത്ര പറഞ്ഞത് വിശുദ്ധ ഖുർആൻ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ومن يرغب عن ملة إبراهيم إلا من سفه نفسه ولقد اصطفيناه في الدنيا وإنه في الآخرة لمن الصالحين إذ قال له ربه أسلم قال أسلمت لرب العالمين ووصى بها إبراهيم بنيه ويعقوب يا بني إن الله اصطفى لكم الدين فلا تموتن إلا وأنتم مسلمون أم كنتم شهداء إذ حضر يعقوب الموت إذ قال لبنيه ما تعبدون من بعدي قالوا نعبد إلهك وإله آبائك إبراهيم وإسماعيل وإسحاق إلها واحدا ونحن له مسلمون. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചര്യ ഞങ്ങൾക്ക് വേണ്ടെന്ന് വെക്കുന്നവർ ബുദ്ധിദോഷം സംഭവിച്ചവരല്ലാതെ മറ്റാരാണ്? വലഖദ് ഇസ്തഫൈനാഹു ഫിദ്ദുനിയ, ഈ ലോകത്ത് പ്രവാചകർ ഇബ്രാഹിം നബിയെ നാം തിരഞ്ഞെടുത്തിട്ടുണ്ട്. വഇന്നഹു ഫിൽ ആഖിറതി ലമിനസ് സ്വാലിഹീൻ, നാളെ പരലോകത്ത് ഇബ്രാഹിം നബി സതീർത്ഥരായ അല്ലാഹുവിന്റെ അടിമകളിൽപ്പെട്ടവരാണ്. ഇദ് ഖാല ലഹു റബ്ബുഹു അസ്ലിം, ഇബ്രാഹിം നബിയോട് എനിക്ക് വഴിപ്പെടണം എന്ന് പറഞ്ഞപ്പോഴേക്കും ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ലോക രക്ഷിതാവിന് വേണ്ടി ഞാനിതാ എല്ലാം സമർപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ പ്രവാചകനാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അവിടുത്തെ മക്കളോട് ഇത് പറഞ്ഞു കൊടുത്തു. യാക്കൂബ് നബിയും പറഞ്ഞു, യാ ബനിയ, എന്റെ മക്കളെ, ഇന്നല്ലാഹ അസ്തഫാ ലകുമുദ്ദീൻ, അല്ലാഹു നിങ്ങൾക്കൊരു മതം തിരഞ്ഞെടുത്തിരിക്കുന്നു. ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുതേ. ഇത് പ്രവാചകന്മാരുടെ മക്കളോട് പറഞ്ഞ ഉപദേശമാണ്. മുസ്ലിമായിട്ടല്ലാതെ മരിച്ചു പോവരുത്. മരണം വരെ ചിലപ്പോൾ ചില ആളുകൾക്ക് ഇസ്ലാം പഠിക്കാൻ ഒരുപാട് സമയമെടുത്തെന്ന് വരും. ചിലക്ക് വളരെ പെട്ടെന്ന് കയറും,
ചില ആളുകൾ പെട്ടെന്ന് ഇസ്ലാം സ്വീകരിക്കും, ചില ആളുകൾ ഒരുപാട് സമയമെടുക്കും. അബൂ സുഫിയാൻ ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹു 20 കൊല്ലം ഇസ്ലാമിനെതിരെ യുദ്ധം ചെയ്ത് പിന്നീട് സ്വഹാബിയായ ആളാണ് മഹാനായ അബൂ സുഫിയാൻ ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹു. നബി തങ്ങളുടെ ടെന്റിലേക്ക് അന്ന് വന്നില്ലേ? മക്കം ഫതഹിന്റെ സമയത്ത് നബി തങ്ങളുടെ ടെന്റിലേക്ക് വന്നപ്പോ നബി തങ്ങൾ ചോദിച്ചു, യാ അബൂ സുഫിയാൻ, നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലായില്ലേ ഇസ്ലാം സത്യമാണെന്ന്? പറഞ്ഞു, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു. ചില സംശയങ്ങളുണ്ട് എന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, കഴുത്തിൽ നിന്ന് തലയങ്ങ് പോയാൽ ഈ സംശയം പോകും എന്ന് പറഞ്ഞു. നബി തങ്ങൾ പറഞ്ഞു, ഉമർ, അങ്ങനെ പറയരുത്. ചില ആളുകൾക്ക് സത്യം മനസ്സിലാവാൻ ഒരുപാട് സമയമെടുക്കും. ചില ആളുകൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും. ചില ആളുകൾ ഒരുപാട് കാലം, അങ്ങനെയാണ് പ്രസ്ഥാനങ്ങളും വിഭാഗങ്ങളും ഒക്കെ അങ്ങനെയാണ്. ഒരുപാട് കാലം പ്രവർത്തിച്ച് പിന്നെ മനസ്സിലായത്, റബ്ബേ, ഞാൻ ഈ ചെയ്തതൊക്കെ, ഞാൻ ഈ പ്രവർത്തിച്ചതൊക്കെ എന്തോ വേണ്ടാത്തതിനായിരുന്നു, ശരിയായില്ലല്ലോ. പിന്നീട് തെളിയും. ചിലർക്ക് പെട്ടെന്ന് മനസ്സിലാവും ഞാൻ നിലനിൽക്കുന്നത് ശരിയല്ലല്ലോ എന്ന്. ഉൾക്കാഴ്ച ചിലർക്ക് പെട്ടെന്ന്, ചിലർക്ക് ഒരുപാട് സമയമെടുക്കും. മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുതേ ഇബ്രാഹിം നബി അലൈഹിസ്സലാം മക്കളോട്. മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുതേ എന്ന് യാക്കൂബ് നബി അലൈഹിസ്സലാം മക്കളോട്. അം കുൻതും ശുഹദാ ഇദ് ഹദറ യഅഖൂബൽ മൗത്ത്. മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ മുമ്പിലേക്ക് മരണദൂതർ വന്ന നേരം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നബിയേ? നിങ്ങൾ ഉണ്ടായിരുന്നില്ലല്ലോ അവിടെ. മലക്കുൽ മൗത്ത് മഹാനായ യാക്കൂബ് നബിയുടെ മുമ്പിലേക്ക് വരുന്ന സമയം യാക്കൂബ് നബി മക്കളോട് ചോദിച്ചു, മാ തഅബുദൂന മിൻ ബഅദി. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ മക്കളെ നിങ്ങൾ ആരെയാണ് ആരാധിക്കുന്നത്? നിങ്ങളുടെ പടച്ചവൻ ആരാണ്? ഖാലൂ, അവര് പറഞ്ഞു, നഅബുദു ഇലാഹക, നിങ്ങളുടെ രക്ഷിതാവായ അല്ലാഹുവിനെയാണ് ഞങ്ങൾ ആരാധിക്കുക. وإله آبائك إبراهيم وإسماعيل وإسحاق. നിങ്ങളുടെ പ്രപിതാക്കന്മാർ ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബിയുടെയും ഇസ്ഹാഖ് നബിയുടെയും ഇലാഹായ ആരാധ്യനായ അല്ലാഹുവിനെയാണ്. ഇലാഹം വാഹിദ, ഒരേ ഒരുത്തനെ, ഒരുപാട് ദൈവങ്ങളെയല്ല, ഒരുപാട് ആളുകളെ പൂജിക്കുകയല്ല, ഒരേ ഒരുത്തനെ മാത്രം ആരാധിക്കുന്നവരായിരിക്കും ഞങ്ങൾ. വനഹ്നു ലഹു മുസ്ലിമൂൻ, ഞങ്ങൾ അല്ലാഹുവിനെ വഴിപ്പെടുന്ന മുസ്ലിമീങ്ങളായിരിക്കുമെന്ന് യാക്കൂബ് നബിയുടെ മക്കൾ മഹാനായ യാക്കൂബ് നബിയോട് പറഞ്ഞ നേരം ഒന്ന് ഓർക്കുക നബിയേ. വാപ്പമാര് മക്കളോട് ഉപദേശിക്കേണ്ടത്, എന്റെ കാലശേഷം നിങ്ങളുടെ ദീൻ എന്തായിരിക്കും? നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നത്? അല്ലാഹുവിനെ ഭയപ്പെടുമോ ഇല്ലയോ? ഇങ്ങനെ വാപ്പമാർ മക്കളോട് യാത്രാമൊഴി പറഞ്ഞു പോകുന്ന നേരത്ത്, ലോകത്തോട് യാത്ര പറഞ്ഞു പോകുമ്പോൾ മക്കളോട് സംസാരിച്ചിരുന്നുവെന്ന് വിശുദ്ധ ഖുർആൻ ഇബ്രാഹിം നബി പറഞ്ഞിട്ടുണ്ട്, ഇസ്ഹാഖ് നബി പറഞ്ഞിട്ടുണ്ട്, ഇസ്മായിൽ നബി പറഞ്ഞിട്ടുണ്ട്. യാക്കൂബ് നബി അലൈഹിസ്സലാമും മക്കളോട് അവസാനം യാത്ര പറഞ്ഞു പിരിയുന്ന നേരത്ത് നിങ്ങൾ ആരാധിക്കേണ്ടത് അല്ലാഹുവിനെയാണെന്ന് ഓർമ്മിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഓർമ്മപ്പെടുത്തലുകൾ, തദ്കീർ. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ രക്ഷിതാവ് അല്ലാഹുവാണെന്ന് പറയുന്നവർ അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് വർദ്ധിപ്പിക്കുന്നവരാണ്. കലിമ ചൊല്ലി മരിക്കണമെന്ന ആഗ്രഹമുണ്ട്, പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, എന്റെ രക്ഷിതാവായ അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി വഴിപ്പെടാനർഹനായി മറ്റാരുമേ ഇല്ല എന്ന തൗഹീദിന്റെ വചനം ജീവിച്ചിരിക്കുന്ന കാലത്ത് ചൊല്ലി നോക്കാത്തവന് എങ്ങനെയാണ് മരണനേരത്തത് ചൊല്ലാൻ കഴിയുക? തഹ്ലീൽ ദിവസേന ചൊല്ലി നോക്കാത്തവർക്ക് മരണമാസന്നമാകുന്ന നേരത്തത് ചൊല്ലാൻ കഴിയുമോ? يا رب قائلة يوما وقد تعبت أين الطريق إلى حمام منجابي. മഞ്ചാബിയുടെ കുളിപ്പുര എവിടെ എന്ന് ചോദിച്ച് ഒരു സുന്ദരിയായ പെണ്ണ് കടന്നു വന്നപ്പോ ഇത് തന്നെ മഞ്ചാബിയുടെ കുളിപ്പുര എന്ന് സ്വന്തം വീടിന്റെ വാതിൽ തുറന്നു കൊടുത്ത് ആ പെണ്ണിനെ കയറി പിടിക്കാൻ ശ്രമിക്കവേ അവൾ ഓടി രക്ഷപ്പെടുകയും അങ്ങനെ ഭ്രാന്ത് പിടിച്ച് ആ പെണ്ണിനെ കാണാൻ കൊതിയൂറി നടന്ന് മരണം വരെ എവിടെയാണ് ആ പെണ്ണെന്ന് ചോദിച്ചു നടന്ന ഈ മനുഷ്യനെ അന്നൊരിക്കൽ ആ പെണ്ണ് തന്റെ വീടിന്റെ മട്ടുപ്പാവിൽ വെച്ച് കണ്ടപ്പോ ആ പെണ്ണ് ഇങ്ങനെ മറുപടി പറഞ്ഞു, ഹല്ലാ ജഅൽത ലഹാ ലമ്മാ ഖലൗത ബിഹാ ഹർസം മിനൽ ബാബി ഔ ഖുഫ്ലൻ മിനദ്ദാരി. ഇതാണ് മഞ്ചാബിയുടെ കുളിപ്പുര എന്ന് പറഞ്ഞ് വീടിന്റെ ഉള്ളിലേക്ക് കടത്തി കൊണ്ടുവന്നപ്പോ
നിങ്ങൾ ഉദ്ദേശിക്കുന്ന വ്യഭിചാരം ഒന്ന് ആവേശത്തിൽ തന്നെ ആയിക്കോട്ടെ, നിങ്ങൾ മദ്യം കൊണ്ടുവാ എന്ന് പറഞ്ഞ് മദ്യം കൊണ്ടുവരാൻ അയാളെ പറഞ്ഞയച്ച മാത്രയിൽ തടി രക്ഷപ്പെടുത്തിയ ആ പെണ്ണ് ഇങ്ങനെ പാടിക്കൊടുക്കുകയാണ്. എന്തടോ, എന്ത് മണ്ടത്തരം ചെയ്തു? ഞാൻ ആ വീടിന്റെ ഉള്ളിൽ ഒറ്റക്കായിരുന്നപ്പോ ഒരു കാവൽക്കാരനെ വീടിനൊരു പൂട്ടോ ചെയ്യാതെ നീ ഒറ്റക്ക് ഓടിയില്ലേ, ഞാൻ അന്ന് രക്ഷപ്പെട്ടതാണ് എന്നീ പെണ്ണിങ്ങനെ പറഞ്ഞ മറുപടി കൂടി ആയപ്പോ ആകെ ഭ്രാന്ത് പിടിച്ച് ജീവിതകാലം മുഴുവനും ഈ പ്രേമകാവ്യം പാടി നടന്ന ആളാണ്. മരിക്കുന്ന സമയത്ത് തന്റെ നാട്ടുകാരും ഗുണകാംക്ഷികളും മുഴുവൻ പറഞ്ഞു വന്ന് വയസ്സാൻ കാലത്ത് മരിക്കാൻ ആ മനുഷ്യനോട് പറഞ്ഞു, ഒന്ന് ചൊല്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്, കലിമ ചൊല്ലി മരിക്ക്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി. ആ മനുഷ്യൻ പറഞ്ഞ വാക്കെന്താണെന്നറിയോ? യാ റബ്ബ ഖായിലത്തിൻ യൗമൻ വഖത് തഇബത് ഐന ത്വരീഖു ഇലാ ഹമ്മാമി മൻജാബി. മഞ്ചാബിയുടെ കുളിപ്പുര എവിടെ എന്ന് ചോദിച്ച് ക്ഷീണിച്ച് തളർന്നു വന്ന ആ സുന്ദരി പെണ്ണെവിടെ? ഈ പാട്ടുപാടി ജീവിതകാലം പാട്ടുപാടിക്കൊണ്ട് നടക്കുന്നവർ ഓർത്തു നോക്കണം. സിനിമാ പാട്ടുകളോ അല്ലാത്ത പാട്ടുകളോ അള്ളാഹുലേക്ക് വഴി നടത്താത്ത ഏത് കാര്യങ്ങളും ചെവിയിൽ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നവർ, പാട്ടുകൾ സ്ഥിരം മൂളിപ്പാട്ടുകളായി സിനിമാ പാട്ട് പാടി നടക്കുന്ന ചെറുപ്പക്കാരി കുട്ടികളെ, പ്രായമുള്ളവരെ അല്ലാത്തവരെ, മരിക്കുന്ന നേരത്ത് കലിമ ചൊല്ലാൻ പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലേണ്ടതിന് പകരം സ്ഥിരമായി പാടി നടക്കുന്ന പാട്ടുകൾ നാവിൽ വരും. ഈ മഞ്ചാബിക്കാരന് പറ്റിയ പോലെ കലിമ ചൊല്ലാൻ സാധിക്കാതെ മഞ്ചാബിയുടെ കുളിപ്പുര ചോദിച്ചു വന്നവളെ എന്ന് ചോദിച്ച് ലോകത്തോട് വിട പറഞ്ഞ ഒരു ദൗർഭാഗ്യവാനുണ്ട്. ഇസ്ലാമിക ചരിത്രം കണ്ടുപോയ സംഭവമാണത്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, നാവുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് ശീലിക്കാത്തവർക്ക് ഇത് പറയാൻ കഴിയില്ല. ജീവിതകാലത്ത് നാവുകൊണ്ടും പ്രവൃത്തി കൊണ്ടും തെളിയിച്ചവർക്ക് മരണനേരത്ത് കലിമ ചൊല്ലാൻ എളുപ്പമാവും. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തഹിയ്യാത്തിലല്ലാതെ മറ്റു ഒരിക്കലും ചൊല്ലിയിട്ടില്ല. എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുകയല്ലാതെ ഒരു ദിക്റിന്റെ മജ്ലിസിൽ പോയി ഇരുന്നിട്ടില്ല. ദിക്റുകൾ കൂട്ടമായ ഒറ്റക്കോ ചൊല്ലാറില്ല. ഇങ്ങനത്തെ ആളുകൾക്ക് മരണമാസന്നമാകുമ്പോൾ അത് പറയാൻ പ്രയാസം വരും. നാവിലൂടെ കൊണ്ട് പരിചയിച്ചിരുന്ന മറ്റു വാക്കുകളോ പാട്ടുകളോ കവിതകളോ ഉണ്ടെങ്കിൽ മൂളിപ്പാട്ടുകളായി നാവിലൂടെ പാടി നടക്കുന്നത് മരണനേരത്തെ നമ്മുടെ നാവിലൂടെ വന്നു കഴിഞ്ഞാൽ അത് സൂഉൽ ഖാത്തിമ, അത് മോശപ്പെട്ട അന്ത്യമായിരിക്കും. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ, നേർവഴിയിൽ ജീവിക്കുകയും എന്റെ രക്ഷിതാവ് അല്ലാഹുവാണെന്ന് പറയുകയും എന്നിട്ട് റബ്ബ് പറഞ്ഞ പോലെ ജീവിക്കുകയും ചെയ്തവർ, തതനസ്സലു അലൈഹിമുൽ മലായിക, അവരുടെ മുമ്പിലേക്ക് മാലാഖമാർ കടന്നുവരും. മഹാനായ ശംസുൽ ഉലമ ഇകെ അബൂബക്കർ മുസ്ലിയാർ നവറല്ലാഹു മർഖദ, എന്റെ ബഹുമാന്യരായ ഗുരുനാഥൻ, അന്ന് ശൈഖുനയുടെ കൂടെ ഫാത്തിമ ഹോസ്പിറ്റലിൽ ബഹുമാനപ്പെട്ടവർക്ക് ഖിദ്മത്ത് ചെയ്യാൻ കൂടെയുണ്ട്. ഞങ്ങൾ ദാറുൽ ഹുദയിൽ പഠിപ്പിച്ച് ഞങ്ങളുടെ ഫിഖ് പഠിപ്പിച്ചിരുന്നു ഉസ്താദ്. അവിടുന്ന് പറഞ്ഞു, മഹാനായ ശംസുൽ ഉലമ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ആ റൂമിലുള്ള ആളുകളോട് നിങ്ങളൊന്ന് പോയേക്കണം, ഇവിടെ സ്ഥലം കൊടുക്കണം, തിരക്കുണ്ട്, നിങ്ങളൊന്ന് മാറിക്കൊടുക്കണം. വഫാത്താകുന്നതിന്റെ മണിക്കൂറുകൾക്ക് മുമ്പ് ഒന്ന് മാറിക്കൊടുക്കണം. ആർക്കാണ് ഈ മാറിക്കൊടുക്കുന്നതെന്നറിയുമോ? തതനസ്സലു അലൈഹിമുൽ മലായിക, തിരക്കുകളില്ല അവിടെ, മനുഷ്യന്മാരെ തിരക്കാൻ വന്നിട്ടില്ല. ആ റൂമിൽ നിന്ന് മനുഷ്യരോട് മുഴുവനും ഒന്ന് മാറി നിൽക്കാൻ പറഞ്ഞ മഹാനായ ശൈഖുന അവറുകൾ, മഹാനായ ശംസുൽ ഉലമ ആരോടാണ് ഈ വരാൻ പറഞ്ഞതെന്നറിയുമോ? തതനസ്സലു അലൈഹിമുൽ മലായിക, അല്ലാഹുവിന്റെ മാലാഖമാർ. അല്ലാഹുവിന്റെ മാലാഖമാരല്ലാതെ ആരാണ് പിന്നെ ഇവിടം വരേണ്ടത്? സുബ്ഹിന്റെ ബാങ്ക് കൊടുക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമേ ഇല്ല എന്ന മുഅദ്ദിനിന്റെ ബാങ്കിന് മറുപടിയും പറഞ്ഞ് ഈ ലോകത്തോട് യാത്ര പറഞ്ഞ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ, ഈ ലോകത്തോട് യാത്ര പറഞ്ഞത് മുഅ്മിനീങ്ങളായ നമുക്ക് കണ്ടുപഠിക്കാനുള്ള മാതൃകയാണത്. ഇത് ഹുസ്നുൽ ഖാത്തിമത്തിന്റെ അടയാളമാണ്, നല്ല നിലക്ക് മരിക്കാനുള്ള അടയാളമാണിത്. സത്യവിശ്വാസികൾക്ക് ഇതിലും പരം തെളിവുകൾ പിന്നെ എന്ത് വേണം? നമ്മൾ മനസ്സിലാക്കണം. ഒരുപാട് സംഘടനകളോ ഒരുപാട് ഈസങ്ങളോ ഒരുപാട് ആളുകളോ ഒരുപാട് വഴിക്ക് വിളിക്കുമ്പോ ഞാൻ എവിടെ പോണം
എവിടെ പോണെന്നറിയുമോ? ആർക്കൊക്കെയാണോ മരണം ശരിയായത്, ആരുടെ മരണങ്ങളാണോ കലിമ ചൊല്ലിയിട്ട് അന്തസ്സിൽ അള്ളാഹുവിന്റെ ഇഷ്ടപ്രകാരം അള്ളാഹു ഇഷ്ടപ്പെടുന്ന രീതിയിൽ ലോകത്തോട് വിട പറയാൻ, ലോകത്തോട് യാത്രാമൊഴി ചൊല്ലാൻ ആർക്കാണോ അവസരമുണ്ടായത്, ആ മരിച്ചു പോകുന്ന ആൾ ചരിച്ച വഴി ഹക്കാണെന്നതിന്റെ തെളിവതാണ്. അതാണ് അതിന്റെ തെളിവ്. നമുക്കൊന്നും ആഴത്തിൽ ഇറങ്ങിച്ചെന്ന് പഠിക്കാൻ പറ്റിയെന്ന് വരില്ല സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഒരു മനുഷ്യന്റെ ഇസ്തിഖാമ, ഒരു മനുഷ്യൻ ജീവിച്ചു പോയ വഴി നേർവഴിയാണോ അല്ലയോ എന്നറിയേണ്ടത് മരണത്തിന്റെ സമയത്താണ്, അല്ലാതെ തിരിയില്ല. മരിക്കുമ്പോഴേ മനസ്സിലാവൂ. അതുകൊണ്ടാണ് ഇഖ്ബാലിന്റെ ജീവിതത്തിൽ അവസാനത്തെ കവിത നിശാനെ മർദ മുഅ്മിൻ ബാതു ഗോയം ചൂമർഗ് ആമദ് തബസ്സും ബർലബസ്. മുഅ്മിനായ മനുഷ്യന്റെ അടയാളം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരട്ടെയോ? ആരാണ് മുഅ്മിൻ എന്ന് പറഞ്ഞു തരട്ടെ. ചൂമർഗ് ആമദ്, മരണം ആസന്നമാകുമ്പോൾ തബസ്സും ബർലബസ്, ചുണ്ടുകളിൽ ആർക്കാണോ പുഞ്ചിരിയുള്ളത് അവരാണ് മുഅ്മിൻ. മരിക്കുമ്പോൾ പുഞ്ചിരിയുള്ളവൻ. ജീവിതകാലത്ത് ഒരാളെയും വിധി എഴുതാൻ നമ്മളെ കൊണ്ടാവില്ല, നമുക്കാവില്ല. നമ്മൾ വിചാരിക്കുന്നതായിരിക്കില്ല അള്ളാഹുവിന്റെ മുമ്പിലുള്ളത്. നമ്മുടെ വിധികൽപ്പനയല്ല അള്ളാഹുവിന്റേത്. ഇന്നർ റജുല ലയഅമലു ബിഅഹ്ലിൽ ജന്നഹ്, സ്വർഗവാസി സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു മനുഷ്യൻ ചെയ്യുന്ന കർമ്മം അങ്ങനെ മരണം വരെ ചെയ്തു പോകുന്ന എത്രയോ ആളുകൾ. ഫയസ്ബിഖു അലൈഹിൽ കിതാബ്, പക്ഷേ അള്ളാഹുവിന്റെ അജലിൽ, അള്ളാഹുവിന്റെ അസലിയായ തീരുമാനത്തിൽ രേഖപ്പെട്ട് കിടക്കുന്നത് മറ്റൊന്നാണ്. അങ്ങനെയുള്ള ചില ആളുകൾ മരണമാസന്നമാകാറാകുമ്പോഴേക്കും ഫയഅമലു ബിഅമലി അഹ്ലിന്നാർ ഫയദ്ഖുലുന്നാർ, നരകത്തിലേക്ക് പോകുന്ന പണികൾ ചെയ്യുകയും അവർ നരകത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ നേരെ മറിച്ചുമുണ്ട്. എത്രയോ ആളുകൾ യഅമലു ബിഅമലി അഹ്ലിന്നാർ, നരകത്തിലേക്ക് പോകുന്നവർ ചെയ്യുന്ന പണി ചെയ്യുന്നു. എന്നിട്ടോ അവന്റെയും നരകത്തിന്റെയും ഇടയിൽ ഇനി അധികം ദൂരമില്ല. അപ്പോഴേക്കും ഒരു ഉംറക്ക്, ഒരു ഹജ്ജിന് പോകുന്നു, ഒന്ന് നന്നാവുന്നു. ഒരു റമദാൻ വന്നു, ഇഅ്തികാഫിരുന്നു. റമദാൻ വന്നു, തറാവീഹും നിസ്കാരവും തൗബ ചെയ്ത് മടങ്ങലും നിസ്കാരം ഖളാ വീട്ടലും ഒക്കെ ക്ലിയറായി. പെരുന്നാൾ കഴിയുന്നതോടുകൂടെ ലോകത്തോട് വിട പറയുകയും ചെയ്യുന്ന എത്രയോ ഭാഗ്യവാന്മാർ. ജീവിച്ചത് ഒരുപാട് മോശമായി, പിന്നെ അള്ളാഹു സൗഭാഗ്യം കൊടുത്തു നന്നായി. അങ്ങനെ ഫയസ്ബിഖുൽ കിതാബ്, അള്ളാഹു രേഖപ്പെടുത്തിയ കിതാബ് മുൻകടക്കുകയും സ്വർഗവാസികൾ ചെയ്യുന്ന പണി ചെയ്യുകയും ഫയദ്ഖുലുൽ ജന്ന, അങ്ങനെ സ്വർഗത്തിലേക്ക് കടക്കുന്നവരുമുണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എവിടെയാണ് ഇതൊക്കെ തീരുമാനിക്കപ്പെടുന്നത്? എവിടെയാണ് ഇവൻ സ്വർഗത്തിലേക്കാണോ നരകത്തിലേക്കാണോ തീരുമാനിക്കപ്പെട്ടത്? എവിടെയാണ്? മരിക്കുന്ന സമയത്ത്. മരണമാസന്നമാകുന്ന നേരം എങ്ങനെയാണോ ഒരാൾ മരിക്കുന്നത്, അപ്പോഴേ ഒരു മനുഷ്യന്റെ ജീവിതം എങ്ങനെയെന്ന് വിധി എഴുതാൻ കഴിയൂ. കാരണം അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു, ഇന്നമൽ അഅമാലു ബിഖവാതിമിഹാ, ഒരു മനുഷ്യന്റെ കർമ്മങ്ങൾ ഗണിക്കപ്പെടുന്നത് അതിന്റെ അവസാനം എങ്ങനെയുണ്ട് എന്ന് നോക്കിയിട്ടാണ്. അവസാനം എങ്ങനെയുണ്ട് എന്ന് നോക്കിയിട്ടാണ്. അവസാനം നന്നായാൽ അവൻ നന്നായി, അവസാനം മോശമായാൽ അവൻ തകർന്നു പോയി, നഷ്ടപ്പെട്ടു പോയി. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة അല്ലാ തഖാഫു, മലാഖമാർ മരിക്കാൻ പോകുന്ന നേരത്ത് കടന്നു വരികയും അവരെ പറയുകയും ചെയ്യും, നിങ്ങൾ പേടിക്കണ്ട. വലാ തഹ്സനു, നിങ്ങൾ സങ്കടപ്പെടരുത്. വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതി കുൻതും തുഅദൂൻ, നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ട സ്വർഗം നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും, പേടിക്കണ്ട എന്ന് പറയാൻ സുമുഖരായ മാലാഖമാർ മരിച്ചു പോകുന്ന മനുഷ്യന്റെ റൂമിന്റെ ഉള്ളിലേക്ക് എവിടെയാണോ മരിക്കാൻ പോകുന്നത് അവിടങ്ങളിൽ വന്ന് പ്രത്യക്ഷപ്പെട്ട് സ്വർഗം കാണിച്ചു കൊടുത്തിട്ടാണ് ഈ ലോകത്തോട് അവരെ യാത്ര പറഞ്ഞു പോകുന്നതെന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തു ഫുസ്സിലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രീതിയിൽ മരിക്കാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് നൽകട്ടെ. നല്ല നിലയ്ക്കൊരു യാത്രാമൊഴി പറയാനുള്ള അവസരം കിട്ടുന്നവർ ആരൊക്കെയാണ്? ഒരുപാട് ആളുകളെ സംബന്ധിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇതിലേതെങ്കിലും ഒന്നിൽ നമ്മൾ പെടാൻ നോക്കണേ. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നല്ല മരണങ്ങൾ, നല്ല അന്ത്യം, നല്ല നിലക്കുള്ള യാത്രാമൊഴി, മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ ഭാഗ്യമുണ്ടായവർ. ഇമാം അബൂ ദാവൂദ് റഹ്മഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ഇമാം ഹാക്കിം തങ്ങൾ മുസ്തദ്റക്കിൽ, ഹദീസുൻ സ്വഹീഹുൽ ഇസ്നാദ്,
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്നഹ്. അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അയാൾക്ക് സ്വർഗമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് സ്വർഗത്തിലാണെന്നതിന്റെ പ്രത്യക്ഷമായ അടയാളമാണ്. ഒരാളത് ചൊല്ലുന്നത് ആരും കേട്ടില്ലെന്ന് വിചാരിക്കുക, ആള് നരകത്തിലാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ചൊല്ലിയാൽ അത് പ്രത്യക്ഷത്തിൽ നമുക്കൊരു റാഹത്താണ്, അത് ഉറപ്പാണ്, നമുക്കൊരു അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കാൻ പറ്റും. അങ്ങനെയാണ്, അത് ഒരു നല്ല ലക്ഷണമാണ്. കലിമ ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യമുണ്ടാവുക എന്ന് പറഞ്ഞാൽ അല്ലാഹു തൗഫീഖ് നമുക്കൊക്കെ നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ച് മരിക്കാനുള്ള ഭാഗ്യമുണ്ടായാൽ ഇൻഷാ അല്ലാഹ് അതൊരു നല്ല ലക്ഷണമാണ്. രണ്ടാമത്തേത് അൽ മൗതു ബിറഷ്ഹിൽ ജബീൻ. നെറ്റിത്തടത്തിൽ വിയർപ്പ് പൊടിഞ്ഞുകൊണ്ട് മരിക്കാൻ കഴിയുന്നവർ, അത് നല്ല മരണത്തിന്റെ അടയാളമാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ ബുറൈദത്ത് ബിനുൽ ഹുസൈബ് റളിയല്ലാഹു തആല അൻഹു ഖുറാസാനിൽ ജീവിക്കുമ്പോൾ അവരുടെ ഒരു സഹോദരനെ കാണാൻ ചെന്നപ്പോൾ മരണനേരത്ത്, സഹോദരൻ മരിക്കാൻ പോകുന്ന നേരത്ത് സഹോദരന്റെ നെറ്റിയിൽ നിന്ന് വിയർപ്പ് പൊടിയുന്നുണ്ട്. ഫഇദാ ഹുവ യഅറഖു ജബീനുഹു. ബുറൈദത്ത് ബിൻ ഹുസൈബ് റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരന്റെ നെറ്റിയിൽ നിന്ന് വിയർപ്പ് പൊടിയുന്നത് കണ്ടപ്പോൾ അദ്ദേഹം കണ്ടുകൊണ്ട് പറഞ്ഞു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ. അഷ്റഫുൽ ഖൽഖ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, മൗതുൽ മുഅ്മിനി ബിഅർഖിൽ ജബീൻ. മുഅ്മിനായ മനുഷ്യൻ മരിക്കുന്നത് നെറ്റി വിയർത്തുകൊണ്ടാണെന്ന് ഹബീബ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടെന്ന് ബുറൈദത്ത് ബിനുൽ ഹുസൈബ് റളിയല്ലാഹു തആല അൻഹു തന്റെ സഹോദരൻ മരിക്കുമ്പോൾ നെറ്റിയിൽ വിയർപ്പ് കണ്ടപ്പോൾ പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി തങ്ങളുടെ വാക്കാണത്, മൗതുൽ മുഅ്മിനി ബിഅർഖിൽ ജബീൻ. മുഅ്മിനായ മനുഷ്യന്റെ മരണം നെറ്റിയിലെ നല്ല വിയർപ്പ് കൊണ്ടാണ്, വിയർപ്പോടുകൂടെയാണ്. അല്ലാഹു മുഅ്മിനായ മനുഷ്യന് നൽകുന്നൊരു സൗഭാഗ്യമാണ്. ഈ ഹദീസ് ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇമാം ഹക്കീം എന്നവർ മുസ്തദറക്കിൽ വസഹഹു അലാ ശർത്തി മുസ്ലിം. ഇമാം ത്വയാലിസി, ഇമാം നസായി, ഇമാം തുർമുദി, ഇമാം ഇബ്നു മാജ ഇവരൊക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. നെറ്റിയിൽ വിയർപ്പോടുകൂടെ മരിക്കുന്നത് നല്ല ഒരു മരണത്തിന്റെ അടയാളമാണ്. മൂന്നാമത്തേത്, വെള്ളിയാഴ്ച രാത്രിയിലോ വെള്ളിയാഴ്ച പകലിലോ മരിക്കാനുള്ള ഭാഗ്യം, അത് നല്ല മരണത്തിന്റെ ലക്ഷണമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു, മാ മിൻ മുസ്ലിമിൻ യമൂതു യൗമൽ ജുമുഅതി ഔ ലൈലത്തിൽ ജുമുഅതി ഇല്ലാ വഖാഹു അല്ലാഹു ഫിത്നതൽ ഖബ്രി. ഏതെങ്കിലും ഒരു മുസ്ലിമായ മനുഷ്യൻ വെള്ളിയാഴ്ച രാത്രിയിലോ വെള്ളിയാഴ്ച പകലിലോ മരിച്ചാൽ അല്ലാഹു ആ മനുഷ്യനെ ഖബറിന്റെ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടുത്തുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി. വെള്ളിയാഴ്ച രാത്രി എന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ച അസ്തമിച്ച്, അതാണ് വെള്ളിയാഴ്ച രാത്രി. വെള്ളിയാഴ്ച ഇതിപ്പോ ശനിയാഴ്ച രാവാണ്, വെള്ളിയാഴ്ച കഴിഞ്ഞു, വെള്ളിയാഴ്ചന്റെ പകല് ആ സൂര്യ അസ്തമിക്കുന്നതോടുകൂടെ കഴിഞ്ഞു. അപ്പോ വ്യാഴാഴ്ച സൂര്യൻ അസ്തമിച്ചതിന്റെ ശേഷം വെള്ളിയാഴ്ച സൂര്യൻ അസ്തമിക്കുന്നതിന്റെ ഇടയിലായിട്ട് മരിക്കാൻ ഭാഗ്യമുള്ളവർ നല്ല മരണത്തിന്റെ അടയാളമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാലാമത്തേത് അൽ ഇസ്തിഷ്ഹാദു ഫീ സാഹത്തിൽ ഖിതാലി. മുസ്ലിമീങ്ങളോ അമുസ്ലിമീങ്ങളായ ആളുകളോ തമ്മിൽ ഒരു യുദ്ധം നടക്കുമ്പോൾ മുസ്ലിം സൈന്യം, ഇസ്ലാമിക ഗവൺമെന്റിനടുത്താണ് അത് ബാധകം, മുസ്ലിം സൈന്യം അമുസ്ലിം സൈന്യവുമായി നടത്തുന്ന യുദ്ധത്തിൽ മരണം സംഭവിക്കുന്നത് ഷഹീദാണ്. ശുഹദാഇന്റെ പ്രതിഫലം ഭയങ്കരമാണ്. ലിശ്ശഹീദി ഇൻദല്ലാഹി സിത്തു ഖിസാൽ. ഷഹീദിന് അല്ലാഹുവിന്റെ അടുത്ത് 6 ഗുണങ്ങളുണ്ട്. യുഗ്ഫറു ലഹു ഫി അവ്വലി ദുഫഅത്തിൻ മിൻ ദമിഹി. രക്തം വീഴുന്ന ആദ്യത്തെ വീഴ്ചയിൽ തന്നെ, രക്തം പൊടിയുമ്പോഴേക്കും അയാൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹ്. വയറാ മഖഅദഹു മിനൽ ജന്നഹ്. കാണാൻ പോകുന്ന സ്വർഗ്ഗത്തിൽ ഇരിപ്പിടം കണ്ടുകൊണ്ടാണ് ഷഹീദ് മരിക്കുന്നത്. വയുജാറു മിൻ അദാബിൽ ഖബ്രി. ഖബറിന്റെ അദാബ് ഷഹീദിനില്ലെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വയഅമനുൽ ഫസഅൽ അക്ബർ. ഖിയാമത്ത് നാളിലെ വലിയ ആ പേടി, ഖബറിൽ കിടക്കുന്ന, ഖബറിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴുള്ള പേടി ഷഹീദിനില്ലെന്നും റസൂലുള്ളാഹി. ഈമാനിന്റെ വസ്ത്രം അവർക്ക് അണിയിക്കപ്പെടുമെന്നും റസൂലുള്ളാഹ്. വയുസവ്വജു മിനൽ ഹൂറിൽ ഐൻ. ഹൂറുൽ ഐനുകളെ അവർക്ക് വിവാഹം ചെയ്യപ്പെടും. വയശ്ഫഉ ഫീ 70 ഇൻസാനൻ മിൻ അഖാരിബിഹി.
തന്റെ കുടുംബത്തിലെ 70ഓളം ആളുകൾക്ക് ശഫാഅത്ത് ചെയ്യാനും ഒരു ഷഹീദിന് അവസരമുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹ്. ഷഹീദുകൾ ഈ ഉമ്മത്തിൽ ഒരുപാടുണ്ട്. ഷഹീദുകൾ ഒരുപാടുണ്ട്. ശുഹദാ ഉമ്മത്തി കസീർ, എന്റെ സമൂഹത്തിലെ ശുഹദാക്കൾ ഒരുപാടുണ്ട്. വ ഇൻ അക്സറ ശുഹദാഇ അസ്ഹാബുൽ ഫുർഷി, എന്റെ ശുഹദാക്കളിൽ അധിക പേരും വിരിപ്പിൽ കിടന്ന് മരിക്കുന്നവരാണെന്നും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ന് പറഞ്ഞാൽ കാഫിരീങ്ങളുമായുള്ള യുദ്ധത്തിൽ മരിക്കുന്ന ശുഹദാ എന്റെ ഉമ്മത്തിൽ വളരെ കുറവാണ്. കാരണം ഇസ്ലാമിക രാജ്യങ്ങൾ, ഇസ്ലാമിക ഗവൺമെന്റുകൾ ആ രാജ്യങ്ങൾക്കെതിരെ, ഇസ്ലാമിക സൊസൈറ്റികൾക്കെതിരെ, അവരുടെ ഫ്രീഡത്തിനെതിരെ, അവരുടെ പ്രോപ്പർട്ടിക്കെതിരെ ഒക്കെ കുഫറിന്റെ സൈന്യം യുദ്ധം ചെയ്യുമ്പോൾ തമ്മിലുള്ള യുദ്ധത്തിനാണ് ഇസ്ലാമിൽ ഹർബ് എന്ന് പറയുന്നത്. ഷഹീദാകാൻ ഭാഗ്യമുള്ള ഹർബ് അതാണ്. രാജ്യത്തിന്റെ ബൗണ്ടറിക്ക് വേണ്ടി, ഒരു രാജ്യത്തിന്റെ ഫ്രീഡത്തിന് വേണ്ടി, ഒരു രാജ്യത്തെ കൊളോണിയലിസ്റ്റുകൾ ആക്രമിക്കുമ്പോൾ കൊളോണിയലിസത്തിനെതിരെ ചെയ്യുന്ന യുദ്ധം, ഇതൊക്കെ ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ വജ്ഹിന് വേണ്ടിയാണെങ്കിൽ അത് ശുഹദാഇന്റെ പ്രതിഫലം കിട്ടും അതിൽ മരിക്കുന്ന ആളുകൾക്ക്. ഒരുപാട് ആളുകൾ ശുഹദാക്കളുണ്ട് നബി തങ്ങളുടെ ഉമ്മത്തിൽ. പക്ഷേ യുദ്ധത്തിൽ മരിക്കുന്നത് വളരെ കുറച്ചുള്ളൂ. അല്ലാത്ത ശുഹദാക്കളൊക്കെ വിരിപ്പിൽ കിടന്ന് ഒരു തുള്ളി ചോര പോലും ചിന്താതെ മരിക്കുന്ന ശുഹദാ എന്റെ ഉമ്മത്തിൽ ധാരാളമുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അവരാരൊക്കെയാണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്ന്, അൽ മൗത്ത് ബിത്വാഊൻ. അൽ മൗത്ത് ബിത്വാഊൻ, പകർച്ചവ്യാധി കൊണ്ട് പടർന്നു പിടിക്കുന്ന പ്ലാഗ് പോലെയുള്ള രോഗം കൊണ്ട്. ത്വാഊൻ പ്ലാഗ് മാത്രമല്ല, എനി എപ്പിഡമിക്, പകർച്ചവ്യാധി കൊണ്ട്, ഫ്ലൂ, ചിലപ്പോ ആളുകളിലേക്ക് പടർന്നു പിടിച്ച് ഒരുപാട് ആളുകൾ ഒരുമിച്ച് മരിക്കുന്ന വലിയ തരത്തിലുള്ള എപ്പിഡമിക്സ്, പകർച്ചവ്യാധികളായ രോഗങ്ങൾ. ആ രോഗങ്ങളിൽ മരിക്കുന്നത് ഷഹീദാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്വാഊനു ഷഹാദത്തു കുല്ലി മുസ്ലിമിൻ, ഓരോ മുസ്ലിമിന്റെയും രക്തസാക്ഷിത്വമാണ് പ്ലാഗ് രോഗമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തഊൻ എന്ന് പറഞ്ഞാൽ പകർച്ചവ്യാധി, പെട്ടെന്ന് ആളുകൾ ഒരുപാട് പെട്ടെന്ന് മരിച്ചു പോകുന്ന, കൂട്ടമായി മരിക്കുന്ന അസുഖം. അതൊക്കെ മരിക്കുന്ന ആളുകൾക്ക് ഷഹീദിന്റെ കൂലിയുണ്ട്. മുസ്ലിമെങ്കിൽ അള്ളാഹു ഷഹാദത്ത് കൊടുത്ത് ആദരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പകർച്ചവ്യാധികൾ, അൽ മൗതു ബിത്വാഊൻ, അത്വാഊനു ഷഹാദത്തു കുല്ലി മുസ്ലിമിൻ, എല്ലാ മുസ്ലിമിന്റെയും ഷഹാദയാണ്, രക്തസാക്ഷിത്വമാണ് പകർച്ചവ്യാധികളായ പ്ലാഗ് പോലെയുള്ള രോഗങ്ങളെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു ഷഹീദ്, അൽ മൗതു ബിദാഇൽ ബത്നി, മൻ മാത ഫിൽ ബത്നി ഫഹുവ ഷഹീദ്. വയറ്റിൽ അസുഖമുണ്ടായി മരിച്ചാൽ, വയറിന്റെ ഉള്ളിൽ പുണ്ണ്, വയറിലേതെങ്കിലും അസുഖം വന്ന്, മുഴ വന്ന്, ഇങ്ങനെ ശരീരത്തിന്റെ ഉള്ളിലുള്ള അസുഖത്തിന്, പ്രത്യേകിച്ചും വയറ്റിൽ അസുഖം വന്ന് മരിക്കുന്ന ആളുകളും ഷഹീദാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം മുസ്ലിം തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസാണത്. മൻ മാത ഫിൽ ബത്നി ഫഹുവ ഷഹീദ്. മരിക്കുന്ന സമയത്ത് വയറുവേദനയാണ് ഉണ്ടായിരുന്നത്, ഒരു അസുഖം വന്നത് വയറുവേദനയാണ്. മംഗലാപുരത്തെ കൊണ്ടുപോയി, കുഴപ്പമാണെന്ന് പറഞ്ഞു, വയറ്റിന്റെ ഉള്ളിൽ ക്യാൻസർ ആണെന്ന് പറഞ്ഞു. അങ്ങനെ മരിച്ചെങ്കിൽ വയറിൽ വന്ന അസുഖം, വയറ്റിന്റെ ഉള്ളിൽ വന്ന അസുഖം രക്തസാക്ഷിത്വത്തിന്റെ മഹത്വം നേടി കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നല്ല അടയാളമാണ്, അത് മരണത്തിന്റെ നല്ല ലക്ഷണമാണ്. അൽ മൗതു ബിൽ ഗർഖി, വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നതും ഷഹാദത്തിന്റെ കൂലി കിട്ടുമെന്ന് റസൂലുള്ളാഹി. അത് കുളത്തിൽ മുങ്ങി മരിച്ചാലും, പുഴയിൽ മുങ്ങി മരിച്ചാലും, കടലിൽ മുങ്ങി മരിച്ചാലും, മുസ്ലിമായൊരു മനുഷ്യൻ വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നത് അയാൾക്ക് രക്തസാക്ഷിത്വമാണെന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഷഹീദിന്റെ കൂലി കിട്ടും വെള്ളത്തിലാണ് മരിച്ചതെങ്കിൽ. എന്തെങ്കിലും തലയിലേക്ക് പൊളിഞ്ഞു വീണു മരിച്ചാലും ഷഹീദിന്റെ കൂലിയുണ്ട്. തലയിലേക്ക് ഒരു ബിൽഡിംഗ് വീണു, ഒരു മരം വീണു, എന്തെങ്കിലും ഒരു സാധനം തലയിലേക്ക് വീണു, അങ്ങനെ മരിച്ചു പോകുന്നതും ഷഹീദിന്റെ കൂലിയുണ്ടെന്ന് പറയുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ച ഹദീസിൽ കാണാം, അശ്ശുഹദാഉ ഖംസ, 5 വിഭാഗം ശുഹദാക്കളാണ്. അൽ മത്ഊൻ വൽ മബ്തൂൻ. ത്വാഊൻ പകർച്ചവ്യാധി പിടിപെട്ട് മരിക്കുന്നവനും, വൽ മബ്തൂൻ വയറ്റിൽ അസുഖമുണ്ടായി മരിക്കുന്നവനും, വൽ ഗരീഖു
മുങ്ങി മരിക്കുന്നവനും വസ്വാഹിബുൽ ഹദ്മി എന്തെങ്കിലും തലയിലേക്ക് വീണ് മരിക്കുന്നവനും വശഹീദു ഫീ സബീലില്ലാഹ് അല്ലാഹുവിന്റെ വഴിയിൽ ഷഹീദായി മരിക്കുന്നവരും ശുഹദാക്കൾ തന്നെ. അപ്പോ നമ്മൾ മനസ്സിലാക്കുന്ന പുതിയ 2 ഷഹീദുകൾ, ഒന്ന് വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നവർ, അത് നല്ല ലക്ഷണമാണ്. അങ്ങനെ ഒരാൾ വെള്ളത്തിൽ മുങ്ങി മരിക്കുകയാണ് ഉണ്ടായതെങ്കിൽ ആ മരണം ഷഹീദിന്റെ മരണമാണ്. എന്തെങ്കിലും ഒരു സാധനം തലയിലേക്ക് വീണ്, ഒരു ബിൽഡിംഗ് പൊളിഞ്ഞു വീണ് മരിക്കുന്നത്, വീടുകൾ ഇടിഞ്ഞു വീണ് മരിക്കുന്നത്, ശുഹദാഇന്റെ കൂലി ലഭിക്കും. ഒരു സുനാമി പോലെയുള്ള ദുരന്തമുണ്ടായാൽ, വീടുകളും കെട്ടിടങ്ങളും ഒന്നാകെ തകരുമ്പോ, ഒരു ഭൂകമ്പമുണ്ടായാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്രയോ ആയിരക്കണക്കിന് പേർ അതിൽ ഷഹീദുകളാകുന്നുണ്ട്. ശുഹദാഉ ഇൻദല്ലാഹ്, നാളെ അല്ലാഹുവിന്റെ അടുത്ത് അവർ ഷഹീദാണ്. ദുനിയാവിൽ ഷഹീദ്, റിയൽ ഷഹീദും അതുപോലെ തന്നെ ഈ ലോകത്തെ ഷഹീദ്, പരലോകത്തെ ഷഹീദ്. ഷഹീദു ദുനിയ, ഷഹീദുൽ ആഖിറ, ഇങ്ങനെ 2 വിഭാഗമുണ്ട്. ദുനിയാവിലെ ഷഹീദാണെങ്കിൽ അവർ ഏത് വസ്ത്രത്തിലാണോ അവർ ഷഹീദായത് ആ വസ്ത്രത്തിൽ മറവ് ചെയ്യപ്പെടും. ലാ യുസല്ല, അവർക്ക് മയ്യിത്ത് നിസ്കാരം ഉണ്ടാവില്ലെന്നാണ്. പക്ഷേ മുങ്ങി മരിച്ച ആൾക്ക് മയ്യിത്ത് നിസ്കാരമുണ്ട്. കെട്ടിടം വീണ് മരിച്ച ആൾക്ക് മയ്യിത്ത് നിസ്കാരമുണ്ട്. യുദ്ധത്തിൽ മരിക്കുന്ന ഷഹീദിനുള്ള ആ പ്രത്യേകതകൾ ഈ ദുനിയാവിലില്ല. പക്ഷെ ആഖിറത്തിൽ ഷഹീദിന്റെ അതേ കൂലിയാണ് ഉണ്ടാവുക. അല്ലാഹു തആല ഇങ്ങനെയൊക്കെ മരിച്ചുപോയ ഒരുപാട് ആളുകൾ നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ അയൽപക്ക പ്രദേശങ്ങളിൽ, മഹല്ലുകളിൽ ഒക്കെ ഉണ്ട്. അല്ലാഹു അവർക്കൊക്കെ ഷഹീദിന്റെ കൂലി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മൗതുൽ മർഅതി ഫീ നിഫാസിഹാ ബിസബബി വലദിഹാ, ഒരു പെണ്ണ് കുഞ്ഞിന് ജന്മം കൊടുത്തുകൊണ്ടിരിക്കെ ബ്ലീഡിംഗ് ഉണ്ടായിട്ടോ അല്ലാതെയോ നിഫാസിലായിട്ട് മരിച്ചുപോയാൽ ഷഹീദിന്റെ കൂലിയുണ്ടെന്ന് റസൂലുള്ളാഹി. ബിസബബി വലദിഹാ, പ്രസവിച്ചതിന്റെ ശേഷം കുഞ്ഞുണ്ടായത് കാരണത്താൽ, കുഞ്ഞുണ്ടായതിന്റെ പേരിൽ ഒരു ഉമ്മ പ്രസവ സംബന്ധമായ ബുദ്ധിമുട്ടിലോ കോംപ്ലിക്കേഷനിലോ പെട്ട് മരിച്ചുപോയാൽ മൗതുൽ മർഅതി ഫീ നിഫാസിഹാ ബിസബബി വലദിഹാ, അത് ഷഹീദിന്റെ കൂലി കിട്ടുന്ന വളരെ പുണ്യമായ മരണമാണ്. നിഫാസിലായി മരിക്കുന്നത്, പ്രസവാനന്തരം മരിച്ചു പോകുന്ന ഉമ്മ, ആ ഉമ്മക്ക് ഷഹീദിന്റെ കൂലിയുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വൽ മർഅതു തമൂതു ബിജംഇൻ ഷഹീദത്തുൻ, പ്രസവ സംബന്ധമായ പ്രയാസത്തിൽ മരിക്കുന്ന പെണ്ണ് ഷഹീദത്താണെന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് ഇമാം മാലിക് തങ്ങൾ മുവത്തയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വൽ മൗതു ബിൽ ഹർഖി, തീ പിടിച്ചു മരിക്കുന്നത്, തീജ്വാലകൾ പടർന്നു പിടിച്ചു മരിക്കുന്നത്, ബിൽഡിങ്ങിനോ മറ്റോ തീ പിടിച്ചു മരിക്കുന്നത് ഷഹീദിന്റെ കൂലി ലഭിക്കും. വദാതുൽ ജംബ്, ദാതുൽ ജംബ്, ശരീരത്തിൽ ആകമാനം നീര് വന്നിട്ട് എഴുന്നേൽക്കാൻ കഴിയാത്ത വിധം ബെഡ് റിഡനായി ബെഡിൽ കിടക്കുന്ന അവസ്ഥയിൽ, കൈകാലുകൾ കുഴഞ്ഞു പോയി നിൽക്കുന്ന അവസ്ഥയിൽ മരിക്കുന്നത് എത്രയോ അനുഭവം കാണാനും കേൾക്കാനും പറ്റും. പ്രഷർ കൂടിയിട്ട്, ഷുഗറിന്റെ വേരിയേഷൻ കൊണ്ട്, കൊളസ്ട്രോളിന്റെ പ്രശ്നം കൊണ്ടൊക്കെ ശരീരമാസകലം നിർജീവമായി നീര് വന്ന് തടിച്ച് എഴുന്നേൽക്കാൻ പറ്റാത്ത രീതിയിൽ ശരീരം വണ്ണം വെച്ച് നീര് സംബന്ധമായ പ്രയാസം കൊണ്ട് മരിക്കുന്നതും ഷഹീദാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വൽ മൗതു ബിദാഇസ് സല്ലി, ട്യൂബർകുലോസിസ് പിടിച്ചു മരിക്കുന്നത്, TB അസുഖം പിടിച്ചു മരിക്കുന്നത് ഷഹീദാണെന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുമാത്രമല്ല, അൽ മൗതു ഫീ സബീലിദ് ദിഫാഇ അനിൽ മാൽ, ഒരു മനുഷ്യന്റെ സമ്പത്ത് കൊള്ളയടിക്കാൻ വേണ്ടി ആരെങ്കിലും വരുമ്പോ ആ സമ്പത്ത് തടയാൻ വേണ്ടി പ്രതിരോധിച്ചാൽ അങ്ങനെ മരിച്ചു പോകുന്ന ആളും ഷഹീദ് തന്നെ എന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാളുടെ സമ്പത്ത് കൊള്ളയടിക്കാൻ തോക്കുധാരികളായ ആളുകൾ വന്നെന്നിരിക്കട്ടെ, സമ്പത്ത് മോഹിച്ചുകൊണ്ട് എത്രയോ കൊലപാതകങ്ങൾ നടക്കുന്ന കാലമാണിത്. സമ്പത്തിന് വേണ്ടി ഒരു പാവം മനുഷ്യന്റെ വീട് റമദാനിന്റെ രാവിൽ, നമ്മുടെ തൊട്ടയൽപക്കത്തെ പ്രദേശങ്ങളിൽ ഓർമ്മയില്ലേ, റമദാനിലെ തറാവീഹും ഖിയാമുല്ലയിലും കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോ മുതലിന് വേണ്ടി, സമ്പത്തിന് വേണ്ടി ആർത്തി പിടിച്ച് പാവമായൊരു മനുഷ്യനെ വീട്ടിൽ കയറി കൊലപ്പെടുത്തിയത്. അദ്ദിഫാഉ അനിൽ മാലി വമൻ ഖുതില ദൂന അഹ്ലിഹി ഫഹുവ ഷഹീദ്, സ്വന്തം കുടുംബത്തെ, ഭാര്യയെ ആരെങ്കിലും കയറി പിടിക്കാൻ വരുമ്പോ അവനെ തടയാൻ നിൽക്കുമ്പോൾ അതിന്റെ പേരിൽ മരിച്ചുപോയാൽ,
വമൻ ഖുതില ദൂന ദീനിഹി ഫഹുവ ഷഹീദ്. ഒരു മനുഷ്യന്റെ ദീൻ തടയാൻ വരുമ്പോ, ഒരു മനുഷ്യന്റെ ദീനനുസരിച്ച് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോ, ആ സമയത്ത് പ്രതിരോധിച്ചുകൊണ്ടിരിക്കെ മരിച്ചുപോയാൽ അവൻ ഷഹീദാണെന്നും പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വമൻ ഖുതില ദൂന ദമിഹി ഫഹുവ ഷഹീദ്. സ്വന്തം ചോര ചിന്താൻ വേണ്ടി ആരെങ്കിലും വരുമ്പോ, സ്വന്തം തലയെടുക്കാൻ വരുമ്പോ, സ്വന്തത്തെ കൊല്ലാൻ വേണ്ടി വരുമ്പോ പ്രതിരോധിച്ചുകൊണ്ടിരിക്കെ ഒരാൾ മരിച്ചാൽ അയാളും ഷഹീദാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത്, എന്റെ ഉമ്മത്തിൽ ശുഹദാ ഒരുപാടുണ്ട്. വമൻ ഖുതില ദൂന മാലിഹി ഫഹുവ ഷഹീദ്. സ്വന്തം സമ്പത്ത് സംരക്ഷിക്കാൻ വേണ്ടി, തന്റെ സമ്പത്ത് കൊള്ളയടിക്കാൻ വന്ന ആളുമായി മൽപിടുത്തം നടത്തിയോ അല്ലാതെയോ സമ്പത്ത് രക്ഷപ്പെടുത്താൻ വേണ്ടി മരിച്ചു പോകുന്നവൻ ഷഹീദാണെന്നും പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽമൗതു അലാ അമലിൻ സാലിഹിൻ. ഇനി അതുമാത്രമല്ല, എത്രയോ നല്ല അടയാളമാണ്, എത്രയോ നല്ല ഒരു യാത്രാമൊഴിയാണ് നന്മ ചെയ്തുകൊണ്ടിരിക്കെ മരിക്കാൻ ഭാഗ്യമുണ്ടാവുന്നത്. അൽമൗതു അലാ അമലിൻ സാലിഹിൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇബ്തിഗാഅ വജ്ഹില്ലാഹ് ഖുതിമ ലഹു ബിഹാ ദഖലൽ ജന്നഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സുറപ്പിച്ച ഒരാൾ പറഞ്ഞു മരിക്കുകയാണെങ്കിൽ സ്വർഗ്ഗമുറപ്പുണ്ട്. വമൻ സ്വാമ യൗമൻ ഇബ്തിഗാഅ വജ്ഹില്ലാഹി ഖുതിമ ലഹു ബിഹി ദഖലൽ ജന്ന. നോമ്പുകാരനായി മരിക്കുകയാണെങ്കിൽ അയാൾക്കും സ്വർഗ്ഗം ഉറപ്പാണ്. വമൻ തസദ്ദഖ ബിസദഖത്തിൻ ഇബ്തിഗാഅ വജ്ഹില്ലാഹി ഖുതിമ ലഹു ബിഹാ ദഖലൽ ജന്ന. അവസാനമായി ചെയ്തത് ഒരു സ്വതക്കയാണ്, അവസാനം ചെയ്തത് ഒരു ദാനധർമ്മമാണ്. അങ്ങനെ ഒരു ദാനധർമ്മം ചെയ്ത് പിന്നീട് മരിക്കുകയാണ് ഉണ്ടായത്. ഒരു സ്വതക്കയാണ് അവസാനം ചെയ്തത്, അല്ലെങ്കിൽ നോമ്പുകാരനായിട്ടായിരുന്നു അവസാനം ഉണ്ടായത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയതായിരുന്നു അവസാനം. ഇങ്ങനെ അവസാനം നന്മകൾ ചെയ്ത് മരിക്കുന്നതെല്ലാം നല്ല മരണത്തിന്റെ അടയാളമാണെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഏതെങ്കിലും ഒരു നിലയിൽ അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരവസ്ഥയിൽ വുളു ഉണ്ടായിരിക്കെ മരിക്കുന്നത് ഏറ്റവും നല്ല അവസ്ഥയാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. വളരെ എളുപ്പമാണ്. ഇപ്പൊ എല്ലാ പള്ളികൾക്കും എന്തുണ്ട്, വുളു എടുക്കാനുള്ള സൗകര്യങ്ങളുണ്ടല്ലോ. എല്ലാ പള്ളി ഒന്ന് വുളു മുറിഞ്ഞു, വേഗം വുളു എടുക്കുക. ബാത്റൂം പോയി ഒന്ന് വുളു എടുക്കുക. മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനെ സ്വർഗ്ഗത്തിൽ വെച്ച് കണ്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സമിഅതു ഖശ്ഫതൻ, ഞാൻ ചില കാലൊച്ചകൾ കേട്ടു. ആരാണതെന്ന് ചോദിച്ചപ്പോൾ ഫഇദാ ഹുവ ബിലാൽ, അത് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവാണ്. മിഅ്റാജിന്റെ രാവിൽ തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഭൂമിയിലേക്ക് വന്നപ്പോ അഷ്റഫുൽ ഖൽഖ് തങ്ങൾ ചോദിച്ചു, ബിലാലേ ബിമ സബഖതനി ഇലൽ ജന്നഹ്, നിങ്ങൾ എന്റെ മുമ്പേ സ്വർഗത്തിലെത്തിയല്ലോ ബിലാൽ, എന്തേ നിങ്ങൾ അങ്ങനെ എത്താൻ കാരണം? എന്റെ മുമ്പേ നിങ്ങൾ സ്വർഗത്തിൽ, അതിനർത്ഥം നബി തങ്ങളാണല്ലോ ആദ്യം സ്വർഗത്തിൽ കിടക്ക, പിന്നെ ബിലാൽ തങ്ങളായിപ്പോയോ എന്ന് സംശയം വന്നേക്കാം. അത് ദുഖൂലു തക്രീമിൻ എന്ന് പറഞ്ഞുകൂടാ. അത് നബി തങ്ങളുടെ പ്രവേശനമാണ്, ആദരവിന്റെ ആദ്യത്തെ പ്രവേശനം. പക്ഷേ ദുഖൂലു ഖിദ്മ, സ്വർഗത്തിൽ നബി തങ്ങൾക്ക് വേണ്ട ഖിദ്മത്തുകൾ ചെയ്തു വെക്കാൻ ആദ്യം ചെല്ലുന്നുണ്ട് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹു. അങ്ങനെ ആദ്യം നേതാവ് വരുന്നതിന്റെ മുമ്പ് ആ കാര്യങ്ങളൊക്കെ ശരിയാക്കി കൊടുക്കാൻ ആദ്യം കടന്നു ചെല്ലുന്നു മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു. നബി തങ്ങൾ ചോദിച്ചു, ബിലാൽ നിങ്ങളെ ഞാൻ അവിടെ കണ്ടുവല്ലോ മിഅ്റാജിൽ, എന്തേ നിങ്ങൾ അങ്ങനെ എനിക്ക് മുമ്പേ സ്വർഗത്തിലെത്താൻ കാരണം? യാ റസൂലല്ലാഹ്, നബിയേ ഇദാ അഹ്ദസ്തു, എന്റെ വുളു മുറിഞ്ഞാൽ, ഞാൻ എപ്പോഴും വുളു മുറിഞ്ഞാൽ അതവല്ലാഹ്, ഞാൻ എപ്പോഴും വുളു മുറിഞ്ഞാൽ എന്ത് ചെയ്യും? വുളു എടുക്കും. വുളു മുറിഞ്ഞാൽ വുളു എടുക്കും. ഞാൻ വുളു എടുത്തു കഴിഞ്ഞാലോ ഞാൻ ചിന്തിക്കും, മിന്നലില്ലാഹി അലയ്യ കദാ വകദാ റക്അഹ്. വുളു എടുത്താൽ പിന്നെ കുറച്ച് റക്അത്ത് നിസ്കരിക്കണമല്ലോ, അപ്പൊ ഞാൻ 2 റക്അത്ത് നിസ്കരിക്കും. വുളു മുറിഞ്ഞാൽ ഉടനെ ഞാൻ വുളു എടുക്കും. വുളു എടുത്തു കഴിഞ്ഞാൽ നിസ്കരിക്കാൻ സൗകര്യമുണ്ടോ 2 റക്അത്ത് നിസ്കരിക്കും. ഇത് ഞാൻ പതിവാക്കാറുണ്ട് നബിയേ. ഹുവദാക്, അതന്നെ, അതുതന്നെ കാരണം നിങ്ങൾ സ്വർഗത്തിലെത്താനെന്ന് നബി തങ്ങൾ പറഞ്ഞു കൊടുക്കുക ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു. വാഹനം, ഇന്നൊക്കെ നമ്മളെല്ലാവരും വാഹനം ഓടിക്കുന്നവരാണ്. ബൈക്കായിട്ടും സൈക്കിളായിട്ടും ഓട്ടോറിക്ഷയായിട്ടും ലോറിയായിട്ടും ബസ്സായിട്ടും കാറായിട്ടും എപ്പോഴും വുളു ഉണ്ടായിരിക്കുക. നമ്മുടെ റോട്ടിലൂടെയാണ് ഈ പോണത്. എന്താണ് ഈ റോഡ് എന്നൊക്കെ നമുക്കറിയാലോ. എങ്ങനെയാ മനുഷ്യന്മാർ വാഹനം ഓടിക്കുന്നത്? എപ്പോഴും മരണത്തിന്റെ ഇഞ്ചോടിഞ്ച് ചേർന്ന് നിന്നുകൊണ്ടാണ് നമ്മുടെ ജീവിതം.
വുളു ഉണ്ടായിരിക്കും. എങ്ങാനും റോഡിൽ ആക്സിഡന്റ് ആയിട്ട് മരിക്കാൻ വുളുവിന്റെ അവസ്ഥയിൽ മരിക്കാൻ പറ്റിയേക്കും. ഹോസ്പിറ്റലിലേക്ക് കുട്ടികളെടുത്ത് ഓടുകയാണ്, ഓട്ടോറിക്ഷയിൽ പോവാണ്, വേഗം വുളു എടുക്കും. ഉമ്മ നീ വുളു എടുത്തിട്ട് പോ, അല്ലെങ്കിൽ പെങ്ങളെ നീ വുളു എടുത്തിട്ട് പോ, അല്ലെങ്കിൽ കൂട്ടുകാരനോട് ജ്യേഷ്ഠനോട് അനിയനോട് ഓർമ്മിപ്പിച്ചു കൊടുക്കുക, വുളു കൊടുക്കുക. വുളു മുറിഞ്ഞോ ഉടനെ വുളു എടുക്കുക. എപ്പോഴാണ് എങ്ങനെയാണ് മരിക്കാന്ന് അറിയില്ലല്ലോ. കിടന്നുറങ്ങാൻ പോകും എന്ത് ചെയ്യുക? വുളു എടുക്കുക. ഇദാ തൈത മൽജഅക ഫതവല്ല വുളുഅക ലിസ്സലാ. കിടന്നുറങ്ങാൻ വേണ്ടി റൂമിലേക്ക് ചെല്ലുമ്പോൾ നിസ്കരിക്കാൻ വുളു എടുക്കുന്ന പോലെ വുളു എടുക്കണം എന്ന് റസൂലുള്ളാഹി. ഉറങ്ങാൻ നിൽക്കുകയാണ്, നിസ്കരിക്കാൻ പോകുമ്പോൾ എങ്ങനെ വുളു എടുക്കുക? അങ്ങനെ വൃത്തിയായിട്ട് വുളു എടുത്തിട്ട് റൂമിലേക്ക് ചെല്ലുക. അപ്പൊ നമ്മൾ ശാഫി മദ്ഹബ് അനുസരിച്ച് ഭാര്യനെ തൊട്ടാ വുളു മുറിയലോ? മുറിഞ്ഞോട്ടെ, ഉറങ്ങിയ വുളു മുറിയില്ലേ? അതിന് പ്രയാസമില്ല. കിടക്കാൻ വേണ്ടി ബെഡ്റൂമിലേക്ക് എത്തുമ്പോൾ നിനക്ക് വുളു ഉണ്ടായിരിക്കണം. അത്രേ ഉള്ളൂ വിഷയം. വുളുവിന്റെ അവസ്ഥയിലാണ് റൂമിലേക്ക് ചെല്ലേണ്ടത്. കിടന്നുറങ്ങാൻ വേണ്ടി ഒരുങ്ങി ചെല്ലുമ്പോൾ വുളുവിന്റെ അവസ്ഥയിൽ ചെല്ലണം. അത് തിരുനബിയുടെ സുന്നത്താണ്. ഇദാ അതൈത മൽജഅക ഫതവല്ല വുളുഅക ലിസ്സലാ. അങ്ങനെ വുളുവിന്റെ അവസ്ഥയിൽ കിടന്നാൽ പൈശാചികമായ സ്വപ്നങ്ങൾ ഉണ്ടാവില്ല, മോശപ്പെട്ട പേടിപ്പിക്കുന്ന സ്വപ്നങ്ങളില്ല. പിന്നെ മരിക്കുകയാണെങ്കിൽ പോലും മാലാഖമാർ വുളു ചെയ്ത അവസ്ഥയിലാണ് ആ മനുഷ്യനെ സ്വീകരിക്കുന്നത്. ഇതൊരു സൗഭാഗ്യമാണ്. അതൊക്കെ നല്ല മരണത്തിന് കാരണങ്ങളാണ്. ഹുസ്നുൽ ഖാതിമത്ത് അല്ലാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് നല്ല മരണം തരട്ടെ. ആമീൻ യാ റബ്ബൽ. എത്രയോ ഷഹീദുമാർ, ഇപ്പറഞ്ഞ ഷഹീദുകളിൽ ഏതെങ്കിലും ഒന്നിൽ പെടാനുള്ള ഭാഗ്യം നമുക്കുണ്ടാവണം. അല്ലാഹു നമുക്കത് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എത്രയെല്ലാം ഷഹീദുകളാണ്. അൽ മബ്തൂൻ, ഉലമാ പറയാ ശരീരത്തിന്റെ ഉള്ളിൽ എന്ത് അസുഖം വന്ന് മരിക്കുന്നുണ്ടോ ഷഹീദാണെന്നാണ്. ശരീരത്തിന്റെ ഉള്ളിൽ, മബ്തൂൻ വയറിന്റെ മാത്രമല്ലെന്നാണ്. ശരീരത്തിന്റെ ഉള്ളിലുള്ള ക്യാൻസർ വന്നു, ബ്രെയിൻ ട്യൂമർ വന്നു, ഷഹീദിന്റെ കൂലി കിട്ടും. നമ്മൾ വിചാരിക്കും അതൊക്കെ അള്ളാഹു ദുന്യാവ് തന്നെ നരകം കൊടുത്തു. അങ്ങനെയൊന്നും പറയരുത്. അള്ളാഹു സ്വർഗം കൊടുക്കാൻ, ഷഹീദിന്റെ കൂലി കൊടുക്കാൻ കൊടുത്ത അസുഖമായിരിക്കും. നമുക്കറിയില്ലല്ലോ, അതിനൊക്കെ കൂലിയുണ്ട്. അതൊക്കെ ഷഹീദിന്റെ പ്രതിഫലങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബിമാർ, അവിടുത്തെ അനുചരന്മാർ, ഹബീബ് തങ്ങൾ തന്നെയും സ്വർഗം കണ്ടുകൊണ്ട്